കഷണ്ടിക്ക് മരുന്നില്ലെങ്കിൽ എന്താ, തലമുട്ടയടിച്ചാൽ പോരെ? ഇങ്ങനെ ചിന്തിച്ച ഒരു കൂട്ടം മനുഷ്യർ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിൽ കഴിഞ്ഞ ദിവസം ഒന്ന് ഒത്തുകൂടി. തലമുട്ടയടിച്ചവരുടെ സമ്മേളനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താ ഒരു തല! കണ്ടവർ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മിന്നിത്തിളങ്ങുന്ന മൊട്ടത്തലയുമായി ഒന്നല്ല 25 പേർ തെക്കേ ഗോപുരനടയിൽ തലയെടുപ്പോടെ അണിനിരന്നതോടെ പലരും ഫോട്ടോ എടുക്കാൻ ചുറ്റും കൂടി. മൊട്ടത്തലയനായ അച്ഛന് കൂട്ടുവന്ന കുഞ്ഞുവിരുതൻ മരത്തിൽ ഇരിപ്പുറപ്പിച്ചു. പിന്നെ പലവിധ പോസുകളിൽ ഫോട്ടോ പിടുത്തം. തലമൊട്ടയടിച്ചവരുടെ കൂട്ടായ്മ രൂപപ്പെടുത്തണമെന്ന സജീഷ് കുട്ടനെല്ലൂർ എന്ന കലാകാരന്റെ ആഗ്രഹത്തിൽ നിന്നാണ് ഈ ഒത്തുചേരൽ. ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ആ പരിസരത്ത് കണ്ട രണ്ടോ മൂന്നോ മുട്ടകളെ വിളിച്ച് ജസ്റ്റ് സ്റ്റേജിൽ ഒരു 5 മുട്ട നിരന്നപ്പോൾ ആളുകൾ ഭയങ്കര ചിരി, ആ ഫോട്ടോസാണെങ്കിൽ കണ്ടവൻ അവർ ഷെയർ ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു സംഘടന ആക്കിയല്ലോ, സംഘടന മീൻസ് ഒരു കൂട്ടായ്മ ആക്കിയല്ലോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അമേച്ചറായിട്ട് പോസ്റ്റർ ഉണ്ടാക്കി അങ്ങ് വിട്ടു. അപ്പോൾ അത് നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്ന് അത് ആ ഗ്രൂപ്പിലേക്ക് ആളുകൾ വന്നിങ്ങനെ നിറഞ്ഞ് വളരെ പോസിറ്റീവ്. മുടിയില്ലാത്തതിനാൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് മൊട്ടത്തലയൻ ഡോക്ടർ വിഷ്ണു വാസുദേവന്റെ വക ഒരു ടിപ്പ്. ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പല രാജ്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഈജിപ്തിലാണെങ്കിൽ ഫറോമാർ, അങ്ങനത്തെ ആൾക്കാർ അത്ര കാലം മുതൽ തന്നെ മുടിയില്ലാതെ നടക്കുന്ന ആൾക്കാരുടെ ഒരു ജനറേഷൻ ഉണ്ടാവും. അപ്പോൾ അതാണ് കൂടുതൽ ട്രെൻഡിങ്. ഒരു മെയിൻ സെലിബ്രിറ്റി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു കാര്യം ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ യൂത്തും അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവരെയൊന്നും കളിയാക്കാനൊന്നും ആരും നിൽക്കില്ലല്ലോ. വ്യത്യാസം ഏതാണെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ബാഹുബലിയിലെ കട്ടപ്പ പോലും തങ്ങളെ കണ്ടാണ് മൊട്ടയായതെന്ന് കൂട്ടത്തിലെ ചിലർ. കട്ടപ്പ വരുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങളാണ് പറയുന്നത്, ഞങ്ങളെ ഭാര്യയാണ് കട്ടപ്പ എന്നാണ് ശരിക്ക് പറയേണ്ടത്. അതാണ് അതിന്റെ സത്യാവസ്ഥ. മുടിയില്ലാത്തതിന്റെ പേരിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് ഊർജം പകരുകയാണ് ഈ കൂട്ടായ്മ. ആഗോളതലത്തിൽ തന്നെ മൊട്ടയടിച്ചവരുടെ സംഘടന വളർത്തിയെടുക്കാനാണ് തീരുമാനം. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24.